അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസാണ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബാന നബി തങ്ങൾ സ്വാമ നബി തങ്ങൾ നോമ്പ് നോറ്റിട്ടുണ്ട് യൗമ ആശൂറാ ആശൂറാന്റെ ദിവസത്തിൽ ഹബീബാന നബി തങ്ങൾ നോമ്പ് നോറ്റിട്ടുണ്ട് വരാവ അമറ ബിസിയാമിഹി ആ ദിവസത്തിൽ നോമ്പുകാരനാവാൻ സ്വഹാബത്തിനോട് കൽപ്പിച്ചിട്ടുമുണ്ട് നബിയുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതി വെക്കുക സൂറത്തുൽ ഇഖ്ലാസ് ഓതി കഴിഞ്ഞിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന് ചൊല്ലുക ആ സമയത്തിൽ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ചൊല്ലണം അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന് ചൊല്ലുന്ന സമയത്തിൽ വേറെ ചിന്തിക്കാൻ പാടില്ല വേറെ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ചിന്തിച്ചതിന് വേണ്ടി വേറെ ഇസ്തിഗ്ഫാർ തേടണം മഹാന്മാരായ പണ്ഡിതന്മാരിൽ ഭൂരിഭാഗം ആളുകളും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ദുനിയാവോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവരാ ചിന്തിച്ചതിന് വീണ്ടും ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരായിരിക്കും അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന് ചൊല്ലുന്ന സമയത്തിൽ അല്ലാഹുവിനെ മാത്രം ഓർത്തുകൊണ്ട് പഠിച്ചോനെ എന്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കുന്ന ദിവസമാണല്ലോ എന്ന് പഠിച്ചോനെ എനിക്ക് പുറത്തു തരണം അല്ലാഹ് ഇത് റബ്ബിന് വലിയ ഇഷ്ടമായിരിക്കും അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്നുള്ള ദിക്റിനെ 100 തവണ ചൊല്ലിക്കോളൂ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ഹബീബാന നബി തങ്ങൾ പറഞ്ഞു ദിക്ർ നബി തങ്ങളോട് സഹാബത്ത് ചോദിക്കുക യാ റസൂലല്ലാഹ് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റുകൾ ഏതൊക്കെയാ നബിയെ ഹബീബാ നബി തങ്ങൾ ഫഖാല ഹബീബാ നബി തങ്ങൾ പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റുകൾ 4 എണ്ണമാണ് ഒന്നാമത്തേത് സുബ്ഹാനല്ലാഹ് രണ്ടാമത്തേത് അൽഹംദുലില്ലാഹ് മൂന്നാമത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹ് നാലാമത്തേത് അല്ലാഹു അക്ബർ എന്നുള്ള ദിക്റാൻ ഈ 4 ദിക്റുകളുടെ കൂട്ടത്തിൽ രാജാവാണ് ആ 4 ദിക്റുകൾ അടങ്ങിയ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നുള്ള ദിക്ർ 100 തവണ ചൊല്ലുക അത് 100 തവണ ചൊല്ലി തീരുമ്പോഴത്തേനെ കേട്ടത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള ദിക്ർ അങ്ങനെ അധികരിപ്പിക്കുക സുബഹി ബാങ്ക് അവന്റെ മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നത് വരെ ആ ദിക്ർ അങ്ങനെ ചൊല്ലുക മഗ്രിബ് ബാങ്കിന്റെ ധ്വനി പള്ളി മിനാരത്തിൽ നിന്ന് ബാങ്കിന്റെ ബാങ്ക് മുഅദ്ദിനുമാര് കൊടുക്കുന്ന നേരത്തില് എന്റെ ഉമ്മ സമയത്തിൽ വല്ലാത്ത പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് ആ സമയത്തിൽ ഒന്ന് കൈ മേലോട്ട് ഉയർത്തിപ്പിടിച്ചല്ലാഹ് എന്റെ ആയുസ്സിനെ നീട്ടിത്തരണം അല്ലാഹ് എന്റെ ഉമ്മ ഉപ്പമാരുടെ ആയുസ് നീട്ടിക്കൊടുക്കണം അല്ലാഹ് എന്റെ ഭർത്താവിന്റെ ആയുസ് നീട്ടണം അല്ലാഹ് എന്റെ മക്കളുടെ ആയുസ് നീട്ടണം അല്ലാഹ് എല്ലാ ആഫത്ത് മുസീബത്തിൽ നിന്നും ഞങ്ങളെ നീ കാത്ത് രക്ഷിക്കണം അല്ലാഹ് എന്ത് മട്ടുണ്ടാവും മുത്തുമിനികളെ മഗ്രിബിനോട് എടുക്കുന്ന സമയത്തിലാ പ്രാർത്ഥനയും പ്രാർത്ഥിച്ച് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ കാരക്കയെടുത്ത് നോമ്പ് തുറ നടത്തുന്ന സമയത്തില് ആ സമയത്തിലും ഒരു പ്രാർത്ഥന ആ സമയത്തിൽ മക്കളോടുള്ള ഉപദേശങ്ങൾ നോമ്പൊക്കെ തുറന്ന് അൽഹംദുലില്ലാഹ് പഠിച്ചോനെ അല്ലാഹുവേ ഇന്നിപ്പോ വെക്കണം മുഹറം 10 നോമ്പറക്കാൻ നമ്മളൊക്കെ അവിടെ ഉണ്ട് അടുത്ത കൊല്ലം ആരൊക്കെയാണ് പഠിച്ചോനെ അറിയില്ല എന്നുള്ളൊരു വർത്താനം അത് വലിയ വയലാണ് വലിയൊരു ഉപദേശമാണ് നല്ലൊരു ഉപദേശവും കൊടുക്കുക നല്ലോണം ദുആ ചെയ്യുക നല്ലോണം പ്രാർത്ഥനാ ദിവസമായി ദിവസത്തിന് നമ്മൾ മാറ്റണം